പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറാന ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിന്റെ പ്രധാന ആകർഷണമായ 101 പൊൻകുരിശുകളേന്തിയുള്ള മഹാപ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പ്രദക്ഷിണം അരുവിത്തുറയുടെ വീഥികളെ ഭക്തിസാന്ദ്രമാക്കി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം നഗരം ചുറ്റി തിരികെ പള്ളിയിൽ പ്രവേശിച്ചു. അരുവിത്തുറയുടെ പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്നതായിരുന്നു 101 പൊൻകുരിശുകൾ അണിനിരുന്ന കാഴ്ച. മീനച്ചിലാറിന്റെ തീരത്തെ വിശ്വാസ കേന്ദ്രത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തിച്ചേർന്നു. ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾക്കൊപ്പം ചെണ്ടമേളം ഉൾപ്പെടെയുള്ള കരിമരുന്ന് പ്രയോഗങ്ങളും തിരുനാളിന് മിഴിവേകി. വിശുദ്ധന്റെ മാധ്യസ്ഥം തേടിയെത്തിയ വിശ്വാസികൾക്ക് കുർബാനയ്ക്കും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും വിപുലമായ സൗകര്യങ്ങളാണ് പള്ളി കമ്മിറ്റി ഒരുക്കിയിരുന്നത്. തിരുനാൾ ദിനങ്ങളിൽ പ്രദേശത്ത് കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ 5:30-നും 6:45-നും 8 മണിക്കും വിശുദ്ധ കുർബാനയും നൊവേനയും നടന്നു. 9:30-ന് തിരുസ്വരൂപ പ്രതിഷ്ഠ, 10 മണിക്ക് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ കാർമ്മികത്വത്തിൽ സുറിയാനി കുർബാനയും അർപ്പിക്കപ്പെട്ടു. വളരെ പുരാതനമായ ഈ ദേവാലയത്തിൽ പ്രസിദ്ധമായ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ നമ്മളിന്ന് കൊടിയേറ്റുകയാണ്. തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ എല്ലാവരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ കർത്താവ് ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗീവർഗീസ് പുണ്യാളച്ചൻ പടയാളിയായ വിശുദ്ധരുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പിന്നീട് റോമൻ പടയാളിയായി തീർന്നു. ഈശോമിശിഹായിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ പ്രതി ജീവിച്ചു. അന്യദേവന്മാരെ ആരാധിക്കാൻ വിമുഖത കാട്ടിയതുകൊണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ചു എന്നൊക്കെയാണ് ഗീവർഗീസ് സഹദായെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധനെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു ചരിത്ര വിവരണവും അദ്ദേഹം ഒരു പ്രദേശത്തെ മുഴുവനും ഒരു വ്യാളിയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഗീവർഗീസ് പുണ്യാളച്ചനെ കുതിരപ്പുറത്ത് കുന്തമൊക്കെ ഏന്തി കാണുന്നത്. ധീരനായ പടയാളി, അതേസമയം തിന്മയുടെ പ്രതിരൂപമായ ആ വ്യാളിയെ ഹനിച്ച് ഒരു ജനത്തെ മുഴുവൻ രക്ഷിച്ച വ്യക്തി കൂടിയായി വിശുദ്ധനെ നമ്മൾ വണങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധീരതയുടെ പ്രതീകമായിട്ടാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായെ നമ്മളെല്ലാവരും കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ചിലപ്പോഴെങ്കിലും ബലഹീനരാകുമ്പോൾ ഗീവർഗീസ് പുണ്യാളച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം ആ വിശുദ്ധന്റെ സ്മരണ തന്നെ നമുക്ക് വലിയ ധൈര്യം നൽകുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? ധൈര്യം നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഒക്കെയുള്ള കുറേ വിശ്വാസങ്ങളിൽ നിന്നാണ് ധൈര്യം വരുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഓർക്കും നമുക്ക് ധൈര്യമില്ല, ഒരു കാര്യം ചെയ്യാവോ, അയ്യോ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്നത് എനിക്ക് എന്നെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ തെറ്റിക്കിടക്കുന്നത് കൊണ്ടാണ്. ഞാൻ കൊള്ളുകയില്ലെന്നും കഴിവില്ലെന്നും ഞാൻ പരാജയമാണെന്നും ഒക്കെ ചിന്തിക്കുന്നവന് പ്രത്യേകിച്ചൊന്നും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. അവന് ധൈര്യമില്ല. അതേസമയം എന്നെക്കൊണ്ട് സാധിക്കും എന്ന ഒരു വിശ്വാസം മനസ്സിനുണ്ടെങ്കിൽ അവനത് ചെയ്യും. ധൈര്യമുണ്ട്, ഒരു ആത്മവിശ്വാസം. അപ്പം യഥാർത്ഥത്തിൽ ഈ ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം ഒന്നു തന്നെയാണ്. ഒരുവനെക്കുറിച്ചുള്ള
മതിപ്പില്ലായ്മ അല്ലെങ്കിൽ വിശ്വാസക്കുറവ് അപകർഷതയാണെന്ന് പറയുകയാണെങ്കിൽ ഒരുവനിലുള്ള വിശ്വാസം ആത്മവിശ്വാസമാണ്. പക്ഷെ അത് അവിടെയും അവസാനിക്കുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധൈര്യത്തിന്റെ മുഴുവൻ കാരണം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവം കൂടെ നിൽക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. ദൈവം കൂടെ നിൽക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണ്? കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറുകയാണ്. പിന്നെ നമുക്ക് മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല, മൃഗങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് കൂടെയുള്ളത്, സർവശക്തനായ ദൈവമാണ് കൂടെയുള്ളത്. അതുകൊണ്ടാണ് ഈ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും സർവ്വതിനെയും പേടിച്ചു കഴിയുകയും ചെയ്യുന്നത് അത് ശരിയായ വിശ്വാസമല്ല. പലരും പേടി മാറ്റാനായിട്ടാണ് പള്ളിയിലോട്ട് വരുന്നത് തന്നെ. യഥാർത്ഥത്തിൽ വിശ്വാസം ഉള്ളവന് നല്ല ധൈര്യമുണ്ട്. നമ്മൾ ദേവാലയത്തിൽ 1 മണിക്കൂർ ആരാധിച്ചു കഴിയുമ്പോൾ നല്ല ധൈര്യത്തോടെയാണ് നമ്മൾ പുറത്തോട്ടിറങ്ങുന്നത്, ജീവിക്കാനുള്ള ധൈര്യത്തോടെ. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയെങ്കിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മളിൽ നിന്നൊക്കെ കിട്ടുന്ന ധൈര്യം ചോർന്നു പോകുമ്പോഴും ദൈവം നമുക്കായി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നവൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവന്റെ കൂടെ ദൈവമാണ്. ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട, നമ്മൾ കുറച്ചുപേര് മതി. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. നമ്മൾ 3 വർഷം കർത്താവിന്റെ കൂടെ നടന്ന 12 അപ്പസ്തോലന്മാരെ കുറിച്ച് ഒത്തിരി വായിച്ചിട്ടുള്ളവരാണ്. 12 ശിഷ്യന്മാർ ഒരാൾ അവനെ തള്ളിപ്പറഞ്ഞു, ഒരാൾ അവനെ ഒറ്റിക്കൊടുത്തു, പ്രമുഖൻ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഒറ്റിക്കൊടുത്തവൻ ഒഴികെ ബാക്കി 11 പേരും തിരിച്ചു വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈശോ ഉദ്ധാനം ചെയ്തു എന്നുള്ളൊരു വലിയ സദ്വാർത്ത കിട്ടിയപ്പം അവർക്കെല്ലാം വലിയ ധൈര്യമായി. ജനങ്ങളെ ഭയന്ന് കടകടച്ചിരുന്ന അവരൊക്കെ പുറത്തിറങ്ങി ധൈര്യപൂർവ്വം കർത്താവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. കാരണം എന്താ? അവർക്ക് ആ വിശ്വാസത്തിന്റെ ദാനം ലഭിച്ചു. അവൻ മരിച്ച് അടങ്ങിയവനല്ല, അവൻ ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ള വിശ്വാസം ലഭിച്ചപ്പോ പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം എന്നൊരു വലിയ ചിന്തയിൽ അവരെല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ സംശയിച്ച് നടന്ന തോമാസ് ശ്ലീഹായാണ് ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തി സുവിശേഷം പ്രഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, വെറും 12 ശിഷ്യന്മാരിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന 2.4 ബില്യൺ ആൾക്കാരിലേക്ക്, ക്രൈസ്തവരിലേക്ക് നമ്മൾ വളർന്നത്. വെറും 12 പേരിൽ നിന്നാണ്, വിശ്വാസമുള്ള ധൈര്യമുള്ള 12 പേരിൽ നിന്നാണ് 2.4 ബില്യൺ ആൾക്കാരിലേക്ക് നമ്മൾ വളർന്നത്. പക്ഷെ നമ്മളിപ്പോ കാണുന്നത് ആ 2.4 ബില്യണ് ധൈര്യമില്ല. അപ്പോ മിക്കവാറും 12ലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് ജീവിക്കാൻ ധൈര്യമില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചുരുങ്ങിപ്പോകുന്നത്. അല്ലാതെ നമുക്ക് ശക്തിയില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. വിശ്വാസത്തിന്റെ കുറവുള്ളപ്പോ ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം നമ്മളെ വളർത്തിയത് പണമല്ല, നമ്മളെ വളർത്തിയത് രാജാധികാരങ്ങളല്ല, നമ്മളെ വളർത്തിയത് ആധിപത്യങ്ങളല്ല, നമ്മളെ വളർത്തിയത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് ധൈര്യം പകർന്നു നൽകുന്നു. ആ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ധീരതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് ലഭിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെയൊക്കെ സമൂഹം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എണ്ണത്തിലൊക്കെ അല്പം കുറവ് വരുന്നുണ്ട്. കല്യാണം കഴിക്കാനും മക്കളെ ജനിപ്പിക്കാനും ധൈര്യമില്ലാത്ത മക്കൾ നമുക്ക് കൂടി വരുന്നു. അതാണ് പ്രശ്നം. ആ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? വിശ്വാസത്തിന്റെ കുറവുള്ളത് കൊണ്ടാണ്. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എണ്ണം കുറയുന്നത് കൊണ്ടും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തിൽ കുറവ് വന്നാൽ ധൈര്യത്തിൽ കുറവ് വരും. അപ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഗീവർഗീസ് സഹദായ്ക്ക് ഭയമില്ലായിരുന്നു. കാരണം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം.
രക്ഷകനായ ഈശോ മിശിഹായിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു.